പിരിയേണ്ട വന്നാൽ പിരിയാം. പക്ഷെങ്കിൽ ആ ചങ്ക് പറിച്ചെടുക്കുന്നവരായിപ്പോവും. എൻ്റെ ചങ്ക് പറിക്കുന്നത് വലിയവാ, കണ്ടാലേ മനസ്സിലാവുള്ളൂ, അല്ലാതെ ഒരാൾ പറഞ്ഞാലൊന്നും ആർക്കും മനസ്സിലാവണമെന്നില്ല. എവിടെയാണെങ്കിലും സുഖമായിട്ടിരുന്നാൽ മതി, അത് മാത്രമേ ഉള്ളൂ എനിക്ക്. അതിന് ഒരായുസ് ദൈവം നീട്ടിക്കൊടുക്കുക, അല്ലെങ്കിൽ അന്നേ ചത്തുപോയാൽ. നവംബർ 25 ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ്. ഞാനന്ന് ലീവാണ്. എന്നെ കൺസർവേഷൻ ബയോസ്റ്റായ രമേശ് എന്നെ വിളിക്കുന്നു. ഇന്ന ഒരാവശ്യമുണ്ട്, എഫ് ഡി സാറ് തിരക്കുന്നുണ്ട്, എത്രയും പെട്ടെന്ന് തിരിച്ചു വരണമെന്ന് പറയുന്നു. ഞാൻ തിരിച്ചു പോയി. തിരിച്ചു വന്ന് ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്തു. അതുകൊണ്ട് ഒരു ഉച്ച കഴിഞ്ഞ് മംഗളാവിക്ക് കയറിപ്പോകണമെന്ന് പറയുന്നു. ഞാൻ മംഗളാവിക്ക് കയറിപ്പോയി. അവിടെ ചെന്ന് പകുതിക്ക് എന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനൊരു കടുവക്കുട്ടിയെ മംഗളാദേവി പരിസരത്തിൽ നിന്ന് കിട്ടി. അതിനെ നോക്കാൻ വേണ്ടിയാന്ന് പറയുന്നു. ഞാനവിടെ ചെല്ലുമ്പോൾ റോയുണ്ട്, ഓഫീസേഴ്സുണ്ട്, ഇവരൊക്കെ ഉണ്ട്. ചെന്നപ്പം കടുവക്കുട്ടിയെ കണ്ടു. കടുവക്കുട്ടി വളരെ ദയനീയാവസ്ഥയിലായിരുന്നു, വളരെ ആരോഗ്യമൊന്നും ഇല്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു. നമുക്ക് ഇവിടുത്തെ ഡോക്ടർ ഇല്ലാത്തതുകൊണ്ട് കോന്നി ഡോക്ടർക്കായിരുന്നു ചാർജ്. കോന്നി ഡോക്ടർ അവിടുന്ന് ഡോക്ടറെ വിവരം അറിയിച്ചു. ഡോക്ടർ അവിടെ നിന്ന് വന്നതിന് ശേഷം 23-ാം തീയതി നമ്മൾ ചെറിയ കൂടിനകത്താക്കിയതിനായി. ആ കൂട്ടിൽ നിന്ന് അപ്പോൾ ഉപദ്രവിക്കുകയാണെന്ന് മനസ്സിലായപ്പോൾ നമ്മൾ എടുത്ത് മടി വെച്ചു. മടി വെച്ചിട്ട് അന്ന് അവിടെ സ്റ്റേ ചെയ്തു. അപ്പം പിറ്റേ ദിവസം വൈകിട്ട് പാൽ കുടിക്കാതായി. ഈ നിബ്ലൂപ്പിക്ക് അന്ന് ആ സമയത്ത് നമ്മുടെ ഈ നിബ്ലൂപ്പ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പ്ലേറ്റിനകത്താണ് പാൽ കൊടുത്തത്. അങ്ങനെ പാൽ കുടിക്കാൻ അറിയത്തില്ലാത്തൊരു പ്രായമായിരുന്നു ആ സമയം. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമായപ്പോഴത്തേക്കും നിബ്ലൂപ്പൊക്കെ മേടിച്ചു പാൽ കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ പാൽ കുടിക്കാൻ അങ്ങനെ ഇറ്റിച്ചിട്ടിച്ച് ഓരോ തുള്ളി നാവി കൊടുത്തുകൊണ്ടിരുന്നു. അതിന് അങ്ങനെ വന്നു വൈകിട്ട് ഏറെക്കുറെ ഒരു അവശ നിലയിലായിപ്പോയി, നടക്കാൻ പറ്റാത്ത സ്റ്റേജിൽ വന്നു. അപ്പോൾ നമ്മൾ വിളിച്ച് താഴെ റേഞ്ച് ഓഫീസറെ വിളിച്ച് വിവരം അറിയിച്ചു. റേഞ്ച് ഓഫീസറും ഡോക്ടർമാരും കയറി വന്നപ്പോഴത്തേക്കും അബോധാവസ്ഥയിലായി, അനക്കമില്ലായിട്ട് നടക്കുകയില്ല, അങ്ങനെയായി. അപ്പോൾ അവർ ഈ ഗ്ലൂക്കോസ് കൊണ്ടുവന്നിട്ട് അത് ടെമ്പറേച്ചർ നോക്കിയിട്ട് നല്ല തണുപ്പുള്ള സമയമാണ് ഈ നവംബർ മാസം എന്ന് പറയുന്നത്. മഞ്ഞ് കാരണം ഒന്നും കാണത്തുമില്ല അവിടെ, അങ്ങനത്തെ കാലാവസ്ഥയാണ് അവിടെ അന്നേരം ഉള്ളത്. അന്ന് കഴിഞ്ഞിട്ട് ഇവർ ഡോക്ടർമാർ വന്നിട്ട് ഡോക്ടർമാർ വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്ത് ഗ്ലൂക്കോസിൻ്റെ ഇത് ഇട്ടിട്ട് അത് നമ്മുടെ തൊലി വലിച്ചൊടിച്ച് തൊലിക്കകത്ത് മുഴുവൻ ഇഞ്ചക്ഷൻ ചെയ്ത് ഇതിനെ ഇതാക്കി. അല്ലാതെ ട്രിപ്പിടാൻ പറ്റാത്ത സ്റ്റേജായിരുന്നു ആ സമയത്ത്. അതിന് ശേഷം പിറ്റേ ദിവസമായി തളർന്നു പോയിട്ട് പിറ്റേ ദിവസം അവിടുന്ന് രാവിലെ ടെമ്പറേച്ചർ നോക്കിയിട്ട് ടെമ്പറേച്ചറിനനുസരിച്ച് അവിടുന്ന് അതിനെ താഴെ കരടിക്കവലയിലോട്ട് മാറ്റി. പിന്നെ കരടിക്കവലയായിരുന്നു. 26-ാം തീയതി കരടിക്കവലയ്ക്ക് മാറ്റി. കരടിക്കവല വന്നിട്ട് കരടിക്കവലയിൽ നിന്ന് പിന്നെ ഡോക്ടർമാർ രാവിലെയും വൈകിട്ടും വന്ന് നോക്കും. ഞാനും കുട്ടനും ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉണ്ടെന്നേരം. അങ്ങനെ അവിടെ നിന്ന് അവിടെ ഒരു 7 മാസക്കാലം അവിടെ തന്നെയായിരുന്നു. കുറച്ച് നാളുകൾ കഴിയുക അവിടെ കൊണ്ടുവന്ന് ഏതാണ്ട് ഒരു മാസത്തോളം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന് നടുവിന് വയ്യാതായി. അതിനെ പല രീതിയിലുള്ള ചികിത്സകളൊക്കെ ചെയ്തു, നീന്തിച്ചു. അതിന് നീന്തിക്കാൻ വേണ്ടി സ്വിമ്മിംഗ് പൂളിൽ നിന്ന് 5000 ലിറ്ററുള്ള ടാങ്ക് കൊണ്ടുവന്ന് വെള്ളം നിറച്ചു. അങ്ങനെ നീന്തിച്ചു, അങ്ങനെ രാവിലെയും വൈകിട്ടും നീന്തിച്ചു. അങ്ങനെ പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അങ്ങനെ ആ ഒരു പരീക്ഷണം വിജയിച്ചു. അത് കഴിഞ്ഞപ്പോൾ രാവിലെയും വൈകിട്ടും ഒരു 1/2 കിലോമീറ്റർ 1 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കും. അങ്ങനെ നടത്തിച്ച് അപ്പോൾ ചെറുതായിട്ട് ഭക്ഷണം കഴിച്ചു തുടങ്ങി. ചെറിയ എന്താ പറയുന്നത്, ബീഫ് മേടിച്ചിട്ട് ചിക്കനും ബീഫും ഒരു ദിവസം ചിക്കൻ ഒരു ദിവസം ബീഫും അങ്ങനെ മാറ്റി കൊടുത്തുകൊണ്ടിരുന്നത്. അത് പൊടിയായിട്ട് അരിഞ്ഞ് നമ്മൾ മണപ്പിച്ചിട്ട് വരുമ്പോഴേക്കും തിന്നു തുടങ്ങി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പിന്നെ താഴോട്ട് പിന്നെ കൊണ്ടിരുന്ന വേറെ കൂട് പണതല്ലോ, പുതിയ കൂട് പണതുകൊണ്ടിരുന്നു. 6 മാസക്കാലം കൊണ്ട് പുതിയ കൂട് പണത് ആ കൂട്ടിലോട്ട് അവിടുന്ന് മാറ്റി. ശരിക്കും മംഗളെ തിരിച്ച് അവരുടെ അതായത് കാട്ടിലേക്ക് തന്നെ തിരിച്ചു വിടുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരിതുണ്ടായിരുന്നു. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഞങ്ങൾ നോക്കുമ്പോൾ ഇതിന് ഞങ്ങൾ ഇടയ്ക്ക് മരുന്ന് കൊടുക്കുമല്ലോ. മരുന്ന് കൊടുക്കുന്ന സമയത്ത് ഇല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് മാറുന്ന സമയത്ത് ഇതിൻ്റെ ഡയറക്ഷൻ മാറി. എന്ന് വെച്ചാൽ ഞങ്ങളുടെ അടുത്തേക്ക് അല്ലായിരിക്കും വരുന്നത്. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഓടിപ്പോയി മതിലിൻ്റെ അടുത്ത് പോയിരിക്കും. ഇല്ലെങ്കിൽ നടക്കാൻ ഇറക്കി വിടുന്ന വഴിക്ക്
ചിലപ്പോൾ ഡയറക്ഷൻ മാറി കുഴിയുടെ സൈഡിലേക്കൊക്കെ പോകും. അപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇതിൻ്റെ കണ്ണിനെന്തോ ചെറിയ പ്രശ്നമുണ്ട്. അങ്ങനെ ഞങ്ങൾ അന്നത്തെ വെറ്റിനറി ഡോക്ടറിനെ കാര്യം അറിയിക്കുകയും സാറ് വന്ന് നോക്കുകയും പിന്നെ കുറച്ച് ദിവസം കൂടെ ഇതിനെ ഒന്ന് വാച്ച് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ വാച്ച് ചെയ്തപ്പോഴത്തേക്ക് ഡോക്ടറിന് മനസ്സിലായി ഇതിന് കണ്ണിനെന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ പിന്നെ കണ്ണിൻ്റെ ചികിത്സ തുടങ്ങി. ആ പ്രശ്നമാണ് ഇപ്പോൾ ശരിക്കും വലിയൊരു ട്രാജഡിയായിട്ട് മാറിയത്. ഇതിനെ കാട്ടിലേക്ക് തിരിച്ചു വീഴാൻ പറ്റാത്തൊരു സാഹചര്യം വന്നതിൻ്റെ കാര്യം അതായിരുന്നു. കണ്ണിൻ്റെ കാഴ്ച പോയ സമയത്താണ് അമേരിക്കയിൽ നിന്ന് മരുന്ന് കൊണ്ടുവന്നത്. ആദ്യം ഇവിടുത്തെ മരുന്നൊക്കെ മേടിച്ച് ഒഴിച്ച് നോക്കി, നമുക്ക് പറ്റാതെ വന്നപ്പോഴത്തേക്കും പണ്ട് നമ്മുടെ വയനാട്ടിലെ വെറ്റിനറി സർജൻ അരുൺ സക്കരെ സാറാണ് വന്ന് പരിശോധിച്ചിട്ട് അതിന് നമുക്ക് ഈ മരുന്ന് അമേരിക്കയിൽ നിന്ന് കൊണ്ടുവരാം, പണ്ടെപ്പോഴും പരീക്ഷിച്ചതായിട്ട് സാർ തന്നെ പറഞ്ഞു. ആ മരുന്ന് കൊണ്ടുവന്ന് അതൊരു 10-15 ബോട്ടിലോളം അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന് അതിന് കണ്ണിലൊഴിച്ചാണ് ഇപ്പോൾ കണ്ണിന് കാഴ്ച ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും മെഡിക്കായിട്ടിരിക്കുന്നു, ഇപ്പോഴുണ്ട്. ഇനി കൊണ്ടുപോകുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എങ്ങനെയാണ് എത്രമാത്രം ശാശ്വതമാകുമെന്ന് എനിക്കറിയത്തില്ല, എങ്കിലും ഉണ്ട്. ഞാൻ സന്തോഷമായിട്ടിരിക്കുന്നു. എനിക്ക് 6 ദിവസം ലീവ് എടുക്കേണ്ടി വന്നു. കുട്ടനെ അവിടെ നിന്ന് മാറിയതിന് ശേഷം ഞാൻ തന്നെയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. സഹായിക്കാൻ വേണ്ടി ഇടയ്ക്ക് വെറ്റിനറിയിൽ നിന്ന് ഡോക്ടർ അവിടുത്തെ സ്റ്റാഫിനെ വിടുമായിരുന്നു. ആ സമയത്ത് എനിക്ക് 6 ദിവസം ലീവ് എടുക്കേണ്ടി വന്നു. എൻ്റെ ഒരു അനിയൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് 6 ദിവസം ലീവ് എടുത്തു. ആദ്യമേ ലീവ് തരാൻ പറ്റത്തില്ല എന്ന് ആദ്യം പറഞ്ഞു. അതിനുശേഷം ഡോക്ടർമാരെയും FD സാറിനെയൊക്കെ വിളിച്ച് ചോദിച്ചതിന് ശേഷം ലീവ് എടുക്കുക, കുട്ടനെ വന്ന് പരിചയപ്പെടുത്തിയിട്ട് ലീവ് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ കുട്ടനോട് 2-3 ദിവസം മുന്നേ മുതലേ വരാൻ പറഞ്ഞു. കുട്ടൻ വന്നപ്പോഴത്തേക്കും കുട്ടൻ്റെ അടുത്ത് അടുക്കുന്നില്ല, ഭയങ്കര ദേഷ്യമായി. അപ്പം ഞാൻ വെറ്റിനറിയിലുണ്ടായിരുന്ന പ്രദീപ് എന്ന് പറഞ്ഞ ആളിനെ ഡോക്ടർ പറഞ്ഞു വിട്ടു. കുട്ടനെ അടുപ്പിക്കണ്ട, മാറ്റിക്കോ, അങ്ങോട്ട് നീ പോകണ്ടെന്ന് പറഞ്ഞിട്ട് പ്രദീപ് എന്ന് പറഞ്ഞ ആളിനെ പറഞ്ഞു വിട്ടു. പ്രദീപ് വന്നു. പിന്നെ പ്രദീപിനെ കൊണ്ട് ഞാൻ നിന്നുകൊണ്ട് തന്നെ ഭക്ഷണം കൊടുത്ത് 1-2 ദിവസം കൊടുത്ത് പഠിപ്പിച്ചിട്ട് ഞാൻ എപ്പോൾ എനിക്ക് കൊടുക്കാൻ തിന്നും എന്ന് പറഞ്ഞ് നമ്മൾ ആ ഒരു വിശ്വാസത്തിൽ നമ്മളിവിടുന്ന് എനിക്ക് ലീവ് വന്നു. ഞാൻ പോയി. എനിക്ക് പോകേണ്ടത് പാലക്കാടായിരുന്നു. ഞാൻ പാലക്കാട് പോയി ഒരു കല്യാണത്തിന് പോയത്. ആ കല്യാണം കഴിഞ്ഞ് അന്ന് വൈകിട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് കൊടുത്ത ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീട്ടിൽ പോയിട്ട് ആ പിറ്റേ ദിവസം പാലക്കാട് പോയി. അപ്പോൾ 2 ദിവസമായി. ആ ഒരു ദിവസം കഴിച്ചു, പിറ്റേ ദിവസം കഴിച്ചു, 3-ാം ദിവസം കഴിച്ചില്ല. ഞാൻ കൊടുത്ത ഭക്ഷണം അതേ വീട്ടിൽ കിടന്നു. അപ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ ക്യാമറ നോക്കുന്ന ആൾക്കാരെ വിളിച്ച് ചോദിച്ചു, നോക്കണം, രാത്രിയിൽ ആണെങ്കിലും ഒന്ന് നോക്കിയേക്കണം, കഴിക്കുന്നുണ്ടോ നോക്കിയേക്കണം എന്ന് പറഞ്ഞപ്പം പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കിയിട്ട് അങ്ങ് പോവുക, കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വന്നോളാം എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് തിരിച്ച് രാത്രിയിൽ വണ്ടി കയറി രാവിലെ 6 മണിയായപ്പം കുമളി എത്തി. കുമളിയിൽ നിന്ന് വന്ന വഴിയാ തന്നെ നമ്മൾ ഇറച്ചി മേടിക്കുന്ന കടയിൽ പോയി ഇറച്ചിയും മേടിച്ച് നേരെ കൂട്ടിച്ചെന്നു. ചെന്നപ്പോഴത്തേക്കും ആ കൊടുത്ത ഇറച്ചി മൊത്തം അവിടെ കിടപ്പുണ്ട്, ഒന്നും കഴിച്ചിട്ടില്ല. ഞാനിപ്പോൾ അതെല്ലാം പെറുക്കി വെളിയിലാക്കിയിട്ട് ഞാൻ ചോദിച്ചു എന്നാ കഴിക്കാത്ത എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും അതിൻ്റെ കണ്ണ് നിറയുന്നൊരു കാഴ്ച കാണാൻ പറ്റി. അപ്പം ഞാൻ ആ ഇറച്ചി എടുത്തിട്ട് തിരിച്ച് എൻ്റെ കയ്യിൽ നിന്ന് ഓരോന്ന് മേടിച്ച് കഴിക്കുമായിരുന്നു. ഞാൻ അങ്ങനെ ഓരോന്ന് തിരിച്ച് കൊടുത്തു. അത് മുഴുവൻ കഴിച്ചു. ഞാൻ അന്ന് മേടിച്ച ഇറച്ചിയും കൂടെ രണ്ടാമത് ഞാൻ കൊടുത്തു, അതും കഴിച്ചു. അപ്പോഴാണ് എനിക്ക് അതിൻ്റെ ആത്മാർത്ഥതയും സ്നേഹവും മനുഷ്യനോട് എത്രമാത്രം വന്യമൃഗങ്ങൾ അടുക്കുമെന്നുള്ള കാര്യം മനസ്സിലായത്. അങ്ങനെയാണ്. പെരിയാർ ടൈഗർ റിസർവിൻ്റെ 75ാം വാർഷിക വേളയാണിത്. ഈ വേളയിൽ ശരിക്കും നമ്മൾ പല പ്രോഗ്രാമുകളും പല പദ്ധതികളും നമ്മൾ ആവിഷ്കരിച്ചു വരികയായിരുന്നു. പരിസമാപ്തി കൊടുക്കുന്ന ഈ സമയത്ത് നമുക്കൊരു ദുഃഖവാർത്ത പോലെയാണ് പെരിയാറിലെ മംഗള എന്ന കടുവ കുട്ടിയെ പെരിയാറിൽ നിന്നും തൃശ്ശൂരുള്ള പുത്തൂർ മൃഗശാലയിലേക്ക് മാറ്റാനുള്ളൊരു ഓർഡർ വന്നത്. ചെറിയൊരു ദുഃഖം ഉണ്ട്. എന്നിരുന്നാൽ തന്നെയും അതിന് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി നൽകാനായിട്ടുള്ളൊരു ഇതിലേക്കാണ് അത് പോകുന്നതെന്നുള്ളൊരു സന്തോഷം കൂടിയുണ്ട്. മംഗള ആദ്യകാലത്ത് അതിൻ്റെ കണ്ണിന് കാഴ്ചയിലായിരുന്നു, പിന്നെ കാലിന് ബലക്കുറവുണ്ടായിരുന്നു. ഇതിപ്പോൾ അതെല്ലാം മാറി, അതിന് തുടർച്ചയായിട്ടുള്ള പരിചയം കൊണ്ട് അതെല്ലാം മാറി ഒരു നല്ല അവസ്ഥയിലെത്തിയിട്ടുണ്ട്. പക്ഷേ ഇരപിടിക്കാനുള്ളൊരു വൈദഗ്ധ്യം ഇല്ല. അതുകൊണ്ട് മാത്രമാണ് അതിനെ മൃഗശാലയിലേക്ക് മാറ്റുന്നത്. ഇല്ലായിരുന്നെങ്കിൽ നമ്മളിവിടെ കാടിൽ തുറന്നുവിടാമെന്നുള്ളൊരു പ്രതീക്ഷയോടാണ് അതിനെ വളർത്തിയിരുന്നത്. അതിനെ ഇവിടുന്ന് കൊണ്ട് മാറ്റുന്ന കാര്യത്തിനകത്ത് NTSA ഓർഡർ വന്നു. സുവോളജിക്കൽ പാർക്കിലോട്ട് മാറ്റുന്ന കാര്യത്തിലോട്ട് ഓർഡർ വന്നിട്ടുണ്ട്. ആ ഓർഡർ വന്നപ്പം ആദ്യം എന്നോട് പോകാൻ പറഞ്ഞു. 2 മാസത്തിന് കൂടുതൽ പോകണം, കൊണ്ടവിടെ പരിചയപ്പെടുത്തി കൊടുക്കണമെന്ന് പറഞ്ഞു. അന്നേരം ഇവിടുന്ന് നമ്മൾ ഇത്രയും ദൂരെ പോയി അവിടെ പോയി നിൽക്കുകയെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല.
അവിടെ താമസ സൗകര്യവും അങ്ങനത്തെ ചില കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അപ്പം പറഞ്ഞ് താമസിക്കാനുള്ള സൗകര്യം തരുവാണെങ്കിൽ പോകാം, 2 മാസം പോകാം, പോയി നോക്കാം, പരിചയപ്പെടുത്തി കൊടുക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. പിരിയാൻ മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. അതിനി എത്രയായാലും 5 കൊല്ലക്കാലം അതിനെ അതുപോലെ നോക്കിയിട്ടാണ് കിട്ടിയത്. ഇന്നിത് ഭൂമി ജീവിച്ചിരിക്കുന്നത്, ഇല്ലെങ്കിൽ അതില്ലായിരുന്നു, കാണത്തില്ല, 100% കാണത്തില്ലായിരുന്നു. അത്രയും കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് അത് ഇല്ലാതായി പോകുന്നതിനോടൊരു മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. അത് എങ്കിലും ഞാൻ ശ്രമിക്കാം, അതിനെ കൊണ്ട് അവിടെ കൊണ്ട് അവരെ പഠിപ്പിച്ചു കൊടുക്കുന്ന രീതിയിൽ, പരിചയപ്പെടുത്തി കൊടുക്കുന്ന രീതിയിൽ പോയി നിന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും. 2 മാസം പോയി നിൽക്കാം, പോയി നിന്നിട്ട് തിരിച്ച് ഞാൻ PTR തന്നെ വരും. PTR ആണ് എന്നെ ഇതുപോലെ ഇത്രയും അറിയപ്പെടുന്ന ഒരാളാക്കി മാറ്റിയത്. PTR അതൊരിക്കലും ഇല്ലാതാവുകയില്ല, മറക്കുകയില്ല. എവിടെയാണെങ്കിലും സുഖമായിട്ടിരുന്നാൽ മതി, അത് മാത്രമേ ഉള്ളൂ എനിക്ക്. അതിന് ഒരായുസ് ദൈവം നീട്ടിക്കൊടുത്താൽ, അല്ലെങ്കിൽ അന്നേ ചത്തുപോയതിനത് നീട്ടിക്കൊടുത്തപ്പം അതിനെ സംരക്ഷിക്കാനുള്ള അവസരം കിട്ടിയതിനകത്തും ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയതിനകത്തുനിന്ന്. ഒരു വന്യജീവിയെ കിട്ടി എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതും, ഓരോ രീതിയിലുള്ള മൃഗങ്ങളെ ആണെങ്കിൽ പോലും നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ചൊക്കെ ഇതിനെ പരിചരിച്ചുകൊണ്ട് പഠിക്കാൻ പറ്റി. അതൊരു നല്ല ഒരു അനുഭവമായിട്ട് എനിക്ക് തോന്നുന്നു. പിരിയേണ്ട വന്നാൽ പിരിയാം, പക്ഷെങ്കിൽ അത് ചങ്ക് പറിച്ചെടുക്കുന്നവരായിപ്പോവും. എൻ്റെ ചങ്ക് പറിക്കുന്നത് വലിയവാ, അത് കണ്ടാലേ മനസ്സിലാവുള്ളൂ, അല്ലാതെ ഒരാൾ പറഞ്ഞാലൊന്നും ആർക്കും മനസ്സിലാവണമെന്നില്ല. പുത്തൂരിൽ മൃഗശാലയിലേക്ക് മാറ്റുമ്പോൾ ഇവിടുത്തെ കാലാവസ്ഥയും പുത്തൂരിലെ കാലാവസ്ഥയും ഇവിടുത്തെ കാലാവസ്ഥയായിട്ട് വളരെ വ്യത്യാസമുണ്ട്, നല്ല വ്യതിയാനമുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും നല്ലൊരു ഭാവി അതിനുണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. കാരണം റോയിയെ അവിടെ പരിചരണത്തിൽ വിടുന്നു, പിന്നെ കൂടുതൽ വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ അവിടെയുണ്ട്. അപ്പോൾ അതെല്ലാം കൊണ്ട് തന്നെ അതിന് നല്ലൊരു അതിൻ്റെ ഭാവി നല്ല സുരക്ഷിതമായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയോടെ തന്നെയാണ് അതിലേക്ക് അങ്ങോട്ട് മാറ്റുന്നത്.